വടക്കേക്കര ഗ്രാമപഞ്ചായത്തും വാവക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി പരിസ്ഥിതി ദിനം ആചരിച്ചു. വാവക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഔഷധ സസ്യ ഉദ്യാനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെയും വാവക്കാട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഡിസ്പെൻസറിയുടെ ഔഷധ സസ്യ ഉദ്യാനത്തിന്റെ ഉദ്ഘാടനം വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ നിർവഹിച്ചു. ഇപ്പോൾ നമ്മൾ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വീട്ടുകളിലും എങ്ങനെയാണ് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കണക്ക് നമുക്കറിയാം. അപ്പോൾ മുൻകാലങ്ങളിലേക്കാളും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മളുടെ മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപെട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. തുടർന്ന് വാവക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സന്തോഷ് VS, ബ്ലോക്ക് മെമ്പർ ബാബു തമ്പുരാട്ടി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന PV, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ്, മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ PK, മായാദേവി ഷാജി, ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിജി TD, വാവക്കാട് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് നെസി ആന്റണി, HMC അംഗങ്ങൾ, ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്ലാസും സംഘടിപ്പിച്ചു. വല്ലാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആവാസ വ്യവസ്ഥയെ അതേപടി നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ സമതുലിതാവസ്ഥ ഭൂമിയിൽ അപ്പാടെ തന്നെ നിലനിർത്താനുമുള്ള വലിയ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. അതെ മാമേ, നമ്മുടെ ആൻസി കൊച്ചിന്റെ കല്യാണമായിട്ട് വന്നതാണ്. സ്വർണ്ണം എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൊച്ചൻ്റെ അവിടെ നിന്ന് സ്വർണ്ണം എടുത്തൂടെ? ഏത് കൊച്ചൻ്റെ ആടാ? യോമോക്ക് സ്വർണ്ണം എടുക്കാൻ പോയില്ലേ ആ കട? പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.